വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ പഠിച്ചതിന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിന്യൂഷൻ ആണ് പഠിപ്പിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പാഠത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ഒരു ശ്രേണി എഴുതിയിട്ടുണ്ട്, ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. 2, 5, 8, 11, 14, 17. ഇന്നൊരു രസകരമായ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. നോക്കിക്കോളാം. 2, 5, 8, 11, 14, 17. ഈ ശ്രേണിയുടെ ആദ്യ പദം 2 ആണ്, രണ്ടാം പദം 5 ആണ്, മൂന്നാം പദം 8. അങ്ങനെ പോകും. ഇതിന്റെ പൊതുവ്യത്യാസം എന്താണ്? പൊതുവ്യത്യാസം 3 ആണ്. എല്ലാവർക്കും അറിയാം. 2ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 5, 5ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 8, 8ന്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 11. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ പദങ്ങളെല്ലാം ഡിഫറൻസ് ഒന്ന് നോക്കാം. 5ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? ഞാനിത് ഇവിടെ മാറ്റി എഴുതുകയാണ്, 3. 8ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 8ൽ നിന്ന് 2 കുറച്ചാൽ 6. 11ൽ നിന്ന് 2 കുറച്ചാൽ, അതായത് ഇതിലെ 4ാം പദമായ 11ൽ നിന്ന് 1ാം പദം കുറച്ചാൽ എന്ത് കിട്ടും? 9. 14ൽ നിന്ന് 5ാം പദമായ 14ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 12. 6ാം പദമായ 17ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 15. ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ ഡി കോമൺ ഡിഫറൻസ് 3 ആണ്. നമുക്ക് ഈ വ്യത്യാസം കിട്ടിയ സംഖ്യകളിലൊക്കെ നോക്കിയേ, 3, 6, 9, 12, 15. അതെല്ലാം നമ്മുടെ ഡിയുടെ മൾട്ടിപ്പിൾസ് ആണ്, അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗുണിതങ്ങളാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ഇത് ഞാനിപ്പോ വ്യത്യാസം കണ്ടുപിടിച്ചത് എല്ലാം ആദ്യ പദവുമായിട്ടാണ്. ആദ്യ പദമായിട്ടല്ല, ഇതിലെ ഏത് പദവുമായിട്ട് വ്യത്യാസം കണ്ടുപിടിച്ചാലും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഡിയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും വ്യത്യാസം കിട്ടുന്നത്. ഇപ്പൊ 17ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 17ൽ നിന്ന് 8 കുറച്ചാൽ 9 കിട്ടും. ആ 9 ഡി ആയ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 14ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 14ൽ നിന്ന് 8 കുറച്ചാൽ 6 കിട്ടും. 6 എന്ന് പറയുന്നത് ഡിയുടെ മൾട്ടിപ്പിൾ ആണ്. ഡി സമം 3 ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6. അപ്പോ ആദ്യ പദത്തോട് മാത്രമല്ല, ഇതിലെ ഈ ശ്രേണിയിലെ ഈ സീക്വൻസിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാലും അതെല്ലാം ഡിയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ശ്രേണിയിൽ ഒരു പദമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ 17 ഈ ശ്രേണിയിൽ ഒരു പദമാണോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 17നെ 2 കൊണ്ട് മൈനസ് ചെയ്യാം, ആദ്യ പദം കൊണ്ട്. നമ്മൾ പൊതുവെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് എല്ലാത്തിനും ആദ്യ പദമായിട്ട് മൈനസ് ചെയ്യാം. ഏത് പദമായിട്ട് വേണമെങ്കിലും മൈനസ് ചെയ്യാം, എങ്കിലും ആദ്യ പദമായിട്ട് മൈനസ് ചെയ്യാം. 17നെ 2 കൊണ്ട് ഹരിച്ച് 2 കൊണ്ട് കുറച്ചാൽ 17ൽ നിന്ന് 2 കുറച്ചാൽ 15 കിട്ടും. ആ 15 ഡിയുടെ ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. മൾട്ടിപ്പിൾ ആണെങ്കിൽ 17 ടേംസ് ആണ്. ഇനി ഞാൻ ഈ 17ന്റെ സ്ഥാനത്ത് 16 എഴുതുകയാണ്. എന്നിട്ട് പറയാണ്, ഈ 16 ഇതിലെ ടേം ആണോ? എങ്ങനെയാണ് പിടിക്കും? 16ൽ നിന്ന് 2 കുറയ്ക്കുക. 16ൽ നിന്ന് 2 കുറച്ചാൽ 14 കിട്ടും. ആ 14 എന്ന് പറയുന്ന സംഖ്യ ഡിയുടെ മൾട്ടിപ്പിൾ ആണോ? 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ അതിൽ നിന്ന് 16 എന്ന് പറയുന്ന സംഖ്യ ഇതിന്റെ ടേം അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ടേം ആണെങ്കിൽ അത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ടേം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. ഈ ഒരു ടെക്നിക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇത് വെച്ചുകൊണ്ടുള്ള നമുക്കൊരു ചോദ്യം ചെയ്യാം. ചോദ്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക. ഈസ് 101 എ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്? അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ AS എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈസ് 101 എ ടേം ഓഫ് AS 13, 24, 35 and so on. What about 1001? മലയാളത്തിൽ പറയുകയാണെങ്കിൽ 13, 24, 35 എന്ന ശ്രേണിയുടെ ഒരു ടേം ആണോ, ഒരു പദമാണോ 101? ഓക്കെ. വാട്ട് അബൌട്ട് 1001? 1001 പദമാണോ? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 ചോദ്യമാണ്. 101 പദമാണോ 1001 പദമാണോ? നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോ കണ്ടുപിടിച്ച നമ്മളിപ്പോ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡി എടുത്ത് എഴുതുക. ആദ്യം നമ്മുടെ ശ്രേണി എടുത്ത് എഴുതുകയാണ്. 13, 24, 35. ഇതാണല്ലോ ശ്രേണി. ഇതിന്റെ ഡി എത്രയാണ്? ഡി ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2ാം പദത്തിൽ നിന്ന് 1ാം പദം മൈനസ് ചെയ്താൽ മതി. 24 മൈനസ് 13 സമം 11 എന്ന് കിട്ടും. ഇപ്പൊ ഡി സമം 11 ആണ്. ഡി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്? തൊട്ടുമ്പോ നമ്മൾ പറഞ്ഞു ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കാനാണ്. ഇനി 101 ഈ ടേമിൽ ഒരു ടേം ആണോ എന്നറിയാൻ നമ്മൾ 101നെ ഈ ടേമിലെ ഏതെങ്കിലും ഒരു പദം കൊണ്ട് മൈനസ് ചെയ്യുക. 24 or 35 ഏതെങ്കിലും. നമ്മൾ സാധാരണ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം തന്നെ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാം.
101നെ 13 കൊണ്ട് തന്നെ കുറയ്ക്കാം. 101നെ 13 കൊണ്ട് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 88 കിട്ടും. ഇപ്പൊ കിട്ടിയ ഡിഫറൻസ് നമ്മുടെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. കോമൺ ഡിഫറൻസ് വിളിച്ചത് 11 ആണല്ലോ. 11ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. 88 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ ആ കിട്ടിയ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന ആൻസർ കിട്ടും. ഇതൊരു ഫ്രാക്ഷൻ അല്ല, ഒരു പൂർണ്ണസംഖ്യയാണ്, ഒരു നാച്ചുറൽ നമ്പറാണ്. ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അത് എന്താണ്? അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ ആണ്, അഥവാ ഗുണിതം ആണെന്നാണ് അർത്ഥം. അപ്പൊ 88 എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമാണ്. therefore എന്താണ്? therefore 101 is a term of this AS. അപ്പൊ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു പദമാണ് 101. എന്തുകൊണ്ടാണ് പദമായത്? ഈ വ്യത്യാസം, രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം, 101ഉം ഒരു ടേമും തമ്മിലുള്ള വ്യത്യാസം ഇവിടുത്തെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ്. therefore 101 is a term of this AS. ഇനി നമുക്ക് 1001ന്റെ കാര്യം പരിശോധിക്കാം. ഈ 1001 പദമാണെന്ന് അറിയാൻ ഈ 1001നെ ഈ ശ്രേണിയുടെ ഏതെങ്കിലും ഒരു പദമായിട്ട് മൈനസ് ചെയ്യാം. നമുക്ക് ആദ്യ പദമായിട്ട് തന്നെ മൈനസ് ചെയ്യാം. 1001 മൈനസ് 13 എന്ത് കിട്ടും? ഉത്തരം 988 എന്ന് കിട്ടും. ഇനി ഈ 988 നമ്മുടെ ഡിയുടെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. അതറിയാൻ 988നെ ഇവിടെ പൊതുവ്യത്യാസമായ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 988നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 98ൽ 11 8 പ്രാവശ്യം 88. 98ൽ 88 കുറച്ചാൽ 10. അടുത്ത സംഖ്യ ഇറക്കി എഴുതി 8. ഈ 108ൽ 11 അടങ്ങുമോ? 11 9 പ്രാവശ്യം 99. കുറയ്ക്കാൻ നേരത്ത് 9 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ വന്നു. ഇതിന്റെ ആൻസർ വരുന്നത് 89ഉം 11ൽ 9 എന്നാണ്. ഈ കിട്ടിയ ഉത്തരം 89 ഇവിടെ എഴുതുക. ഈ 11 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ശിഷ്ടം അംശമായിട്ട് എഴുതുക, അഥവാ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പൊ 89ഉം 11ഉം ദിസ് ഈസ് എ ഫ്രാക്ഷൻ. ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പം ഇറ്റ് ഈസ് 988 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. അപ്പോ 988 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 11. അതായത് മലയാള മീഡിയത്തിൽ പറയുകയാണെങ്കിൽ 988 എന്ന സംഖ്യ 11ന്റെ ഗുണിതമല്ല. therefore ഗുണിതമല്ലാത്തത് കാരണം therefore 1001 is not a term of this sequence. Arithmetic sequence. ഇത് മലയാള മീഡിയത്തിൽ പറയുകയാണെങ്കിൽ 988 11ന്റെ ഗുണിതമല്ല. അതിനാൽ 1001 ഈ ശ്രേണിയിലെ ഒരു പദവുമല്ല. പദമാണെങ്കിൽ പൊതുവ്യത്യാസം, ഈ വ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പൂർണ്ണസംഖ്യ ലഭിക്കും, ഒരു എണ്ണൽ സംഖ്യ ലഭിക്കും. പദമല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഫ്രാക്ഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് അത് അപ്പോൾ ആ സംഖ്യ അതിന്റെ പദമാവുകയില്ല. ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. ഈ ടെക്നിക്ക് ഓർത്തിരുന്നാൽ മതി. ഏത് ചോദ്യം ഇതുപോലെ ചോദിച്ചാലും ഒരു സംഖ്യ തന്നിട്ട് അത് ഇന്ന ശ്രേണിയിലെ അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ ഒരു പദമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി. അടുത്ത ഒരു ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട്. How many three-digit numbers are there which leave a remainder 3 on division by 7? How many three-digit numbers are there which leave a remainder 3 on division by 7? ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? മൂന്നക്ക സംഖ്യകൾ 3-digit നമ്പേഴ്സ് ആണ്. അതായത് ആ സംഖ്യകൾ വെറുതെയുള്ള സംഖ്യയല്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം റിമൈൻഡർ എന്ത് വരണം? 3 വരണം. അങ്ങനത്തെ എത്ര സംഖ്യകളുണ്ട്? ശ്രദ്ധിച്ചിരിക്കുക. ഈ മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നു? നമ്മൾ അത് ആദ്യം ശ്രദ്ധിക്കണം. 100ൽ നിന്ന് തുടങ്ങും, 999ൽ അവസാനിക്കും. ഇതാണ് മൂന്നക്ക സംഖ്യകൾ. ഏറ്റവും ആദ്യത്തെ മൂന്നക്ക സംഖ്യ 100 ആണ്. ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് 3-digit നമ്പർ ആണ് 100. ലാർജസ്റ്റ് 3-digit നമ്പർ ആണ് 999.
അപ്പൊ നമ്മൾ ഇവിടുത്തെ ശ്രേണിയുടെ ആദ്യ പദം 100-നോട് അടുത്തതും അവസാന പദം 999 അടുത്തതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കണം. മറ്റൊരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ ഡിവിഷൻ ചെയ്യാൻ നേരത്ത് എത്ര ഡിജിറ്റ് വരുമ്പോൾ ഡിവിഷൻ ചെയ്യാൻ ഏത് സംഖ്യയാണോ പറയുന്നത് അതായിരിക്കും ഇവിടുത്തെ ഡി. നമുക്ക് ആദ്യം ഡി എടുക്കാം. ഡി സമം 7 ആയിരിക്കും. ഇനി അടുത്തത് എഫ് കണ്ടുപിടിക്കണം. ഒന്നാം പദം കണ്ടുപിടിക്കണം. ഒന്നാം പദം കണ്ടുപിടിക്കാൻ 100-നെ ആ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 7 30 4 28 7 4 28 ആണല്ലോ. ശിഷ്ടം 2. ശിഷ്ടമായി കിട്ടിയത് റിമൈൻഡർ കിട്ടിയത് 2 ആണ്. ഇവിടെ റിമൈൻഡർ എത്ര വരണമെന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരുന്നത്? 3. അപ്പൊ നമുക്ക് വേണ്ടതിനേക്കാളും 1 കുറവാണ് ഇവിടെ കിട്ടിയത്. നമുക്ക് വേണ്ടത് 3 ആയിരുന്നു. അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിലെ കണ്ടീഷൻ അനുസരിച്ച് 3 ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് വേണ്ടതിനേക്കാൾ 1 കുറഞ്ഞു പോയി. 1 കുറഞ്ഞു പോയെങ്കിൽ നമ്മളിവിടെ 1 കൂട്ടണം. നേരെ തിരിച്ച് 1 കൂടുതലാണ് ഇവിടെ ഇരുന്നെങ്കിൽ നമ്മളിവിടെ 1 കുറച്ചേനെ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടതിനേക്കാളും 1 കുറഞ്ഞു പോയി. അത് കാരണം 1 കൂട്ടും. 100-ന്റെ കൂടെ 1 കൂട്ടാൻ നേരത്ത് എന്താ വരുന്നത്? 101. ഇതാണ് ഒന്നാം പദം. പിന്നെ നമുക്ക് അവസാന പദം കണ്ടുപിടിക്കാം. അവസാന പദമാണ് xn. xn കണ്ടുപിടിക്കുന്നതിന് അവസാന 999 ഇപ്പൊ ചെയ്തതുപോലെ തന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 7 29-ൽ 4 പ്രാവശ്യം 4 7 28. ശിഷ്ടം 1 19 19-ൽ 2 പ്രാവശ്യം 14. ശിഷ്ടം 5. അപ്പോ ഇവിടെ ശിഷ്ടം 5 ആണ് റിമൈൻഡർ. നമുക്ക് വേണ്ടത് 3 ആയിരുന്നു. അപ്പൊ വേണ്ടതിനേക്കാൾ എന്താണ് കൂടുതലാണോ കുറവാണോ ഈ വന്നിരിക്കുന്നത്? വേണ്ടതിനേക്കാൾ 2 കൂടുതലാണ് 5. വേണ്ടത് 3 ആയിരുന്നു. അതിനേക്കാൾ 2 കൂടുതൽ. 2 കൂടിയെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ 2 കുറയ്ക്കണം. അപ്പൊ 999-ൽ നിന്ന് 2 കുറച്ചാൽ 997 അല്ലേ? ഇങ്ങനെയാണ് ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിക്കുന്നത്. ഇനി ഈ xn ഇതിലെ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ അവസാന പദമാണ് 990. ഈ അവസാന പദമായ xn n-ന്റെ സ്ഥാനത്ത് എന്ത് നമ്പർ വരും? ഇപ്പൊ n-ന്റെ സ്ഥാനത്ത് 1 വരുമ്പോഴാണല്ലോ 101. അപ്പൊ n-ന്റെ സ്ഥാനത്ത് ഏത് സംഖ്യ വരും? അപ്പൊ ഈ xn കാണാനുള്ള സൂത്രമൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു xn ഈസ് ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു b. അതിവിടെ തന്നിട്ടുണ്ട്. എഫ് എത്രയാണ്? എഫ് നമ്മൾ എഴുതി കൊടുക്കണം. 101 പ്ലസ് n മൈനസ് 1 ഇൻറ്റു b എത്രയാണ്? 7. ഈ കിട്ടുന്ന സംഖ്യ xn ഉണ്ട് 997. 101 പ്ലസ് ഇങ്ങനെ ബ്രാക്കറ്റിന്റെ അകത്ത് 2 സംഖ്യ, ബ്രാക്കറ്റിന്റെ പുറത്തൊരു സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ ബ്രാക്കറ്റിന് അകത്തുള്ളതിനെ പുറത്തുള്ളത് കൊണ്ട് ഗുണിക്കണം. പുറത്തുള്ള 7-നെ ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നുകൊണ്ട് ഗുണിക്കണം. 7-നെ n കൊണ്ട് ഗുണിച്ചാൽ 7n, 7-നെ -1 കൊണ്ട് ഗുണിച്ചാൽ -7 സമം 997. 101-ൽ നിന്ന് 7 കുറയ്ക്കുക. ഈ 7n ഒന്നുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ചരം കിടക്കുന്ന സംഖ്യ അങ്ങനെ തന്നെ എടുത്തെഴുതണം. 7n ചരം അഥവാ വേരിയബിൾ. 101-ൽ നിന്ന് 7 കുറച്ചാൽ 94 പ്ലസ് 94 സമം 997. അടുത്ത ഘട്ടമായി 94 അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. 7n സമം 997. ഈ പ്ലസ് 94 സമത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -94 ആകും. 997-ൽ നിന്ന് 94 കുറയ്ക്കാൻ നേരത്ത് 903 കിട്ടും. അപ്പൊ 7n സമം 903. അപ്പൊ n സമം 903/7. 903-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9-നകത്ത് 7 ഒരു പ്രാവശ്യം, 20-നകത്ത് 7 2 പ്രാവശ്യം. ശിഷ്ടം 7 2 14 കൊണ്ട് 6. 63-നകത്ത് 7 9 പ്രാവശ്യം. അപ്പൊ n സമം 129 ആണ്. അതായത് ഇതില് എത്ര ടേംസ് ഉണ്ട്? there are 129 terms in this sequence എന്ന് ഉത്തരവിടണം. there are 129 terms in this sequence. അഥവാ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 129. അപ്പൊ നമ്മൾ മലയാളം മീഡിയത്തിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ 129 പദങ്ങളുണ്ട് എന്ന് എഴുതണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം x1 ഇപ്പൊ ചെയ്ത് നേരത്തെ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ കണ്ടുപിടിക്കാം. 101 d സമം 7. അവസാന പദം xn സമം 997. ഇത്ര കിട്ടിയല്ലേ? ഇനി ഡയറക്റ്റ് n കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യമുണ്ട്. ഇത് ടെക്സ്റ്റിൽ ഇല്ല എങ്കിലും ഇതിനു മുമ്പുള്ള ടെക്സ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് കാണാൻ വിളിച്ച് വെച്ചേക്കാം. n സമം
ഇത് ഓറാണ്. ഞാൻ നേരത്തെ ചെയ്തത് തന്നെ മറ്റൊരു രീതിയിൽ കൂടെ ചെയ്യാമെന്ന് കാണിക്കുകയാണ്. ഒരുപക്ഷെ ഇതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. n സമം xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്നൊരു സൂത്രവാക്യമുണ്ട്. ഇതൊരു സൂത്രവാക്യമാണ് സത്യത്തില്. n സമം n എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേംസ് ഈസ് ഇക്വൽ ടു അവസാന പദം മൈനസ് ആദ്യ പദം. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് ആ ഉത്തരത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, d കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന ഉത്തരത്തിനോട് 1 കൂട്ടുക. സമം നമുക്ക് എന്ത് വരും? xn എന്ന് പറയുമ്പോൾ അവസാന പദം 997 മൈനസ് x1 ആദ്യ പദം 101, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുക 7 പ്ലസ് 1. 997 നിന്ന് 101 കുറയ്ക്കുക 896 കിട്ടും. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് 1. 896നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നകത്ത് ഒരു പ്രാവശ്യം 7, 1 7, 8 നിന്ന് 7 കുറച്ചാൽ 1, 19, 9 ഇറക്കി എഴുതി. 19ൽ 7 2 പ്രാവശ്യം, ഈ 7 14, ശിഷ്ടം 5, 9 4 പോയാൽ 5, 6 ഇറക്കി എഴുതി. 7 8 56. അപ്പൊ 128 എന്ന് കിട്ടി. സമം അപ്പൊ 896 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 128 എന്ന് കിട്ടും. പ്ലസ് 1, 128 പ്ലസ് 1 129. കണ്ടോ, ഒരേ ഉത്തരം തന്നെയാണ് നമുക്ക് ആ മെത്തേഡിലൂടെയും ഈ മെത്തേഡിലൂടെയും ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ ഈ മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് സ്വീകരിക്കാം. ഇതാകുമ്പോൾ ഒരു സൂത്രവാക്യം അഡീഷണൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. പക്ഷെ ചെയ്യുന്ന ക്രിയ പെട്ടെന്ന് എളുപ്പം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ ചെയ്ത കണക്കുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഇനി അടുത്ത കണക്കുകൾ ഞാൻ അടുത്ത വീഡിയോയുടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഇനിയും എന്റെ ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക്സ്.